ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് അവാർഡ് തന്നാലും വാങ്ങില്ല, അല്ലെങ്കിൽ പത്മഭൂഷൺ അവാർഡിന് വാല്യൂ ഇപ്പോൾ ഇല്ല എന്നൊക്കെയാണ്. നിങ്ങളിപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം തൊഴിൽ അതാണല്ലോ. കാരണം എനിക്ക് അവാർഡുകൾ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയാൻ കാരണം ഡൽഹി ബേസിസും അവിടുന്ന് ഇവിടുന്നുമെല്ലാം ഡോക്ടറേറ്റ് തരാം, അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കുകയും ക്ഷണിക്കുകയും മേടിക്കുകയും കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നു പോകുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഈ സന്ദർഭത്തിൽ ഈ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് അതിലൊരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ നല്ല കാര്യം പറയുന്നതിനിടയ്ക്ക് നല്ലത് പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് വിവാദം സൃഷ്ടിച്ച് അതിൽ നിന്ന് റേറ്റ് വർദ്ധിപ്പിക്കാൻ നോക്കുക. അത് ശരിയല്ല. നേരത്തെ കോൺഗ്രസിന്റെ സർക്കാരൊക്കെ അധികാരത്തിലുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് വലിയ ബഹുമതി എത്തുന്നത്. അത് കോൺഗ്രസിൻ്റെ മോശമൊന്നും അല്ലല്ലോ. ഓരോരുത്തരും തോന്നുന്നത് അവർക്ക് ഇപ്പോൾ തോന്നി. ഞാൻ പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരിൽ ഇപ്പോൾ അവരെല്ലാം മോശക്കാരാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. കോൺഗ്രസ്സുകാർ ഒരുപാട് മരിച്ച് അവർ പലർക്കും കൊടുത്തു. അവർ കൊടുത്തവരെല്ലാം അത്ര മോശക്കാരല്ല. അവരെല്ലാം മാന്യന്മാരും മിടുക്കന്മാരും അർഹരുമായിരുന്നു. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ ഗവൺമെൻറ് എന്നപ്പോൾ. അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെ വരുത്തി അച്യുതാനന്ദനുമുണ്ട് മരണശേഷം കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ മമ്മൂട്ടിക്ക് കൊടുക്കുന്നു. മോശമാണ് മമ്മൂട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടുന്നു, അതേ സ്റ്റാൻഡേർഡിൽ കിട്ടുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് രസം തോന്നിയത് അദ്ദേഹം ഞാനും ഒരേ മാസത്തിൽ ചിങ്ങമാസം ജനിച്ച വിശാഖക്കാരന് ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഒരേ അവാർഡ് കിട്ടുന്നു. അപ്പോൾ ഒരു രസം എനിക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ.